കൂട്ടുകാരെ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു പലഹാരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് പറയുന്നത്. അതായത് പനീർ പക്കോട എന്ന് പറയും. അതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണ ചൂടാവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. ഇത്രയും എണ്ണ മതിയാകും കേട്ടോ. ഞാൻ അധികം കൂടുതലായിട്ട് എണ്ണ എടുക്കാറില്ല. കുറച്ച് എണ്ണ മാത്രം വെച്ചിട്ടാണ് പനീർ പക്കോട ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കടലമാവിൻ്റെ പൊടി 1/2 കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് റൈസ് പൗഡറാണ് ചേർക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂണോളം റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. കായപ്പൊടി 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പും കായപ്പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. അങ്ങനെ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിനകത്തോട്ടേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കണം. ഈ കാണുന്ന പരുവം കൊണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പനീർ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ എടുത്തേക്കുന്ന ആ ഒരു ബാറ്റർ ചെറിയ ടൈറ്റ് ആണ് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനുശേഷം പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് പൊരിച്ച് എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഇത് വേവിച്ച് എടുക്കണം. അധികം അങ്ങ് മൂത്ത് പോകാൻ പാടില്ല. അതായത് കരിഞ്ഞു പോകുന്ന പരുവം വരെ വെക്കരുത്. ഇത് കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതാണ്. അങ്ങനെ പനീറെല്ലാം വറുത്ത് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് മുക്കി കഴിക്കാം. അതല്ലെങ്കിൽ മുളക് ബജിയുടെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്നിയും കൂട്ടി